ഈ ഷോപ്പിൽ ബനിയത്തുകളെല്ലാം ഓരോ പടങ്ങൾ വരച്ചു കൊടുക്കുന്ന ഒരു ഷോപ്പാണ്. നമ്മൾ രാജസ്ഥാനിലെ ഉദയപൂർ സിറ്റിയിലാണ് ഇന്ന്. ഈ സിറ്റിയുടെ നടുക്ക് തന്നെ ഈ നഗരത്തിൻ്റെ സ്ഥിതി ചെയ്യുന്ന ഒരു കൊട്ടാരമുണ്ട്. സിറ്റി പാലസ് എന്നാണ് ഇതിനെ പറയുന്നത്. രാജ് പാലസ് എന്നും അറിയപ്പെടുന്നു. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഉദയപൂർ ഈ ടൗണിൻ്റെ ഉള്ളിലൂടെ ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം നിറച്ചുള്ള ഈ വഴിയിലൂടെ പോകുന്നത്. ഇവിടെ ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നത് കാരണം, പ്രത്യേകിച്ച് വിദേശ ടൂറിസ്റ്റുകളെല്ലാം ഇവിടെ ധാരാളം എത്തുന്നുണ്ട്. അവർക്കും നമുക്കും പറ്റിയ രാജസ്ഥാനി ഡ്രസ് വിധാനങ്ങളും അതുപോലെ തന്നെ കഫേ ഷോപ്പുകൾ, സുവനീർ ഷോപ്പുകൾ, കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന ഷോപ്പുകളെല്ലാം ധാരാളം അടങ്ങിയ ഒരു പ്രദേശത്ത് കൂടെയാണ് ഇന്ന് എൻ്റെ യാത്ര. ഇവിടുത്തെ ഈ മേവാർ രാജവംശത്തിലെ നിരവധി ഭരണാധികാരികൾ ഈ കൊട്ടാരത്തിൽ വസിച്ചിരുന്നു. ഇവരുടെ കാലഘട്ടത്തിൽ 400 വർഷത്തോളം ഇവിടെ ഉദയപൂർ ഭരണം നടത്തിയ ഈ സമയത്താണ് ഈ ജയ്പൂർ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊട്ടാര സമുച്ചയമായ സിറ്റി പാലസ് പണി പൂർത്തീകരിച്ചത്. ഇവിടെയെല്ലാം ഈ സൊവനീർ ഷോപ്പുകളുടെയും അതുപോലെ തന്നെ കഫേകളുടെയൊക്കെ പുറത്ത് ചുമരുകളൊക്കെ നിറച്ച് ചിത്രങ്ങളൊക്കെ വരച്ച് നല്ല രീതിയിൽ ഇവർ ഈ ഷോപ്പുകളൊക്കെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന വിധത്തിൽ ഇത് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടും ആകർഷണീയമായ ഒരു സിറ്റിയാണ് ഉദയപൂർ. അതുപോലെ തന്നെ ജോധ്പൂർ. ഇവിടെയെല്ലാം ധാരാളം തദ്ദേശീയരും വിദേശീയരുമായ ടൂറിസ്റ്റുകൾ എത്തുന്നതാണ്. ഉദയപൂരിലെ പിച്ചോള തടാകത്തിൻ്റെ കിഴക്കൻ തീരത്തായിട്ടാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ കൊട്ടാരത്തിൻ്റെ ഈ ഒരു ഗേറ്റിൻ്റെ അവിടേക്ക് വന്നതാണ്. അവിടെ കടത്തിവിട്ടില്ല. ആ സൈഡ് ഒരു ഹോട്ടലാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറ്റി. നമുക്ക് ഈ ഹോട്ടലുകളെല്ലാം കാണാൻ പറ്റുന്ന ഒരു യാത്രയുണ്ട്. ഇവിടെ പിച്ചോള ലേക്കിൽ നമുക്കൊരു ബോട്ടിങ് നടത്തിയാൽ ഇതിൻ്റെ ഒരു സൈഡ് മുഴുവൻ അങ്ങനെ നമുക്ക് കാണാം. അവിടെ ഒബ്രോയ് ഹോട്ടലുണ്ട്, ഷെറട്ടൺ ഹോട്ടലുകളുണ്ട്, അതുപോലെ താജ് ഹോട്ടലുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ ഹോട്ടലുകൾ നിറഞ്ഞിരിക്കുന്ന ഈ തടാകത്തിൻ്റെ ചുറ്റും നമുക്ക് കാണാൻ പറ്റും. ഇതും ഒരു തടാകക്കരയിലാണ്. അങ്ങനെ ഞാൻ ഈ പാലസിൻ്റെ അടുത്തെത്തി. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് കുറച്ച് ദൂരം നടന്ന് അകത്തേക്ക് കയറണം. ഇതിൽ വിദേശ ടൂറിസ്റ്റുകളെല്ലാം തന്നെ പാക്കേജുകാരെ ഇലക്ട്രിക് ഓട്ടോയിൽ കൊണ്ടുപോയി ഇതിൻ്റെ ഉള്ളിലൊക്കെ കാണിക്കുന്നുണ്ട്. ഇന്ന് ടൂറിസ്റ്റുകളുണ്ട്, എന്നിരുന്നാലും ടിക്കറ്റ് എടുക്കാൻ അധികം തിരക്കുണ്ടായിട്ടില്ല. പിച്ചോള തടാകത്തിന് അഭിമുഖമായി ഈ കൊട്ടാരം പോലെ തന്നെ ലേക്ക് പാലസ്, ജഗദീഷ് ക്ഷേത്രം, മൺസൂൺ പാലസ്, അതുപോലെ ഒരു മാതാ ടെമ്പിൾ തുടങ്ങി നിരവധി ചരിത്ര സ്മാരകങ്ങൾ ഈ കൊട്ടാര സമുച്ചയത്തിന് സമീപത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. മഹാറാണ ഉദയ് സിംഗ് രണ്ടാമനും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായ ഭരണാധികാരികളും കൂടി 400 വർഷം കൊണ്ട് സ്ഥാപിച്ച നഗരമാണ് ഉദയപൂർ. അവർ ഈ കൊട്ടാരത്തിൽ നിന്ന് രാജ്യം ഭരിക്കുകയും ചെയ്തു. വലിയ കൊട്ടാരമാണ്. ഇതിൻ്റെ ഒരു സൈഡ് ഇപ്പോഴും ഈ സുവനീർ ഷോപ്പുകളും അതുപോലെ തന്നെ രാജസ്ഥാനി കരകൗശല വസ്തുക്കളൊക്കെ വിൽപ്പനക്കാർക്കും ഒരു സൈഡ് അവർ നീക്കി വെച്ചിട്ടുണ്ട്. മഹാറാണ ഉദയ് സിംഗ് രണ്ടാമനും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളുമാണ് ഇവിടെ ഈ രാജ്യം ഭരിച്ചിരുന്ന ഈ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നത്. 1947 ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം മേവാർ സാമ്രാജ്യവും രാജസ്ഥാനിലെ മറ്റ് രാജാക്കന്മാരും 1949 ജനാധിപത്യ ഇന്ത്യയുമായി ലയിക്കുകയാണ് ഉണ്ടായത്. അതുവരെ ഇവർ ഇവിടെ ബ്രിട്ടീഷുകാരുടെ അണ്ടറിൽ ഈ രാജ്യം ഇവിടെ ഭരണം നടത്തി. എന്നിരുന്നാലും പിന്നീട് വന്ന കൊട്ടാരത്തിൻ്റെ അവകാശികൾ കൊട്ടാരത്തിൻ്റെ അവകാശം നിലനിർത്തുകയും കൊട്ടാരത്തിൻ്റെ ചില ഭാഗങ്ങൾ ഹോട്ടലാക്കി മാറ്റുകയും ചെയ്തു. ഇപ്പോൾ മേവാർ രാജകുടുംബത്തിൻ്റെ അംഗീകൃത തലവനായ വിശ്വരാജ് സിംഗ് മേവാർ ഈ കൊട്ടാരം കൈകാര്യം ചെയ്തു പോരുന്നു.
നിരവധി ഗേറ്റുകൾ ഈ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കാൻ നിർമ്മിച്ചിട്ടുണ്ട്. നഗരത്തിൽ നിന്നുള്ള പ്രധാന പ്രവേശനം ബാഡി പോൾ, അതായത് ഗ്രേറ്റ് ഗേറ്റ് വഴിയാണ് ആദ്യത്തെ മുറ്റത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ഇപ്പോൾ കണ്ട ഈ മുറ്റത്തേക്ക് നല്ല വിശാലമായ മുറ്റവും അതിലെല്ലാം തന്നെ ചെടികളും പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. വളരെയധികം മനോഹരമാക്കിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഉള്ളിലെല്ലാം തന്നെ ഓരോ സോവനിയർ ഷോപ്പുകളാണ് പ്രവർത്തിക്കുന്നത്. അതൊക്കെ നമുക്ക് നേരെ കാണാം. ഗേറ്റിനും കൊട്ടാരത്തിനും ഇടയിലുള്ള ഈ റോഡ് കരകൗശല വസ്തുക്കൾ, അതുപോലെ തന്നെ ബുക്ക് സ്റ്റാളുകൾ, മിനിയേച്ചറുകൾ, പെയിൻറ്റിങ്ങുകൾ, അതുപോലെ തുണിത്തരങ്ങൾ, അങ്ങനെ വിൽപ്പന നടത്തുന്ന കടകളും കിയോസ്കുകളുമാണ് ഇവിടെ ധാരാളം ഉണ്ട്. കൊട്ടാരത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്കുള്ള ഒരു ദൃശ്യമാണ്. കൊട്ടാരത്തിൻ്റെ പ്രധാന ബ്ലോക്കിലേക്ക് എത്താൻ ചെറിയൊരു വാതിലിലൂടെ അപ്പുറത്ത് കാണുന്ന നേരെ കാണുന്ന വാതിലിലൂടെയാണ് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുക. കൊട്ടാര സമുച്ചയത്തിനുള്ളിലെ ഏറ്റവും മുകളിലായാണ് അമർ വിലാസ്. ഇതൊരു പൂന്തോട്ടം കൂടിയാണ്. ഇവിടെ നമുക്ക് ഉൾഭാഗത്ത് പോകുമ്പോൾ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഈ വഴിയിലെല്ലാം ഈ കിയോസ്കുകളും ഷോപ്പുകളിലും എല്ലാം ഇതുപോലെ രാജസ്ഥാനി ഡ്രസ് മെറ്റീരിയൽസ് വിൽക്കുന്ന ഷോപ്പുകളും അതുപോലെ തന്നെ ചെറിയ കഫേകളും എല്ലാം പ്രവർത്തിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഇവിടെ ഇതിനെല്ലാം നല്ല ചാർജും ഈടാക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ധാരാളം ടൂറിസ്റ്റുകൾ ഇതെല്ലാം വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട്. ഈ കൊട്ടാരത്തിനകത്ത് ബാഡിമഹൽ, അതായത് വലിയ കൊട്ടാരം, ഇതിനെ ഗാർഡൻ പാലസും എന്ന് പറയുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പിന്നീട് ഇതിൻ്റെ ഉൾഭാഗത്ത് ഒരു ദർബാർ ഹാൾ ഉണ്ട്. ഇവിടെ ആഡംബരം നിറഞ്ഞ ഇൻറ്റീരിയലും മഹാരാജാക്കന്മാരുടെ ആയുധങ്ങളും അവരുടെ ചില ഛായാചിത്രങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് അകത്ത് കടന്ന് കാണാം. ഇപ്പോൾ ഒരു ആഡംബര ഹോട്ടലായ ഫത്തേ പ്രകാശ് പാലസ് ഇതിനുള്ളിലുണ്ട്. ഒരു ആഡംബര ഹോട്ടലാണ്. അവിടേക്ക് നമുക്ക് അധികം പ്രവേശനമില്ല. ഇവിടെ ക്രിസ്റ്റൽ കസേരകൾ, ഡ്രസ്സിംഗ് ടേബിളുകൾ, സോഫകൾ, മേശകൾ, കിടക്കകൾ തുടങ്ങി ധാരാളം പാത്രങ്ങൾ എന്നിവ ഒരു ഗാലറി ഉണ്ട് ഇവിടെ. ഇതെല്ലാം അവരുടെ ആയുധങ്ങൾ വെച്ചിരിക്കുന്ന ഒരു ഗാലറിയാണ്. രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ വഴി അറ്റം വരെ ആയുധങ്ങളാണ്. പല രീതിയിലുള്ള വാളുകളും അതുപോലെ അവരുടെ പടച്ചട്ടുകളും അതുപോലെ തന്നെ പരിചയും എല്ലാം വെച്ചിട്ടുണ്ട്. അന്ന് കാലത്ത് ഉപയോഗിച്ചിരുന്ന തോക്കുകളുടെ ഒരു കളക്ഷൻ തന്നെ ഇവിടെയുണ്ട്. ഈ ഭാഗത്ത് തന്നെ കൃഷ്ണവിലാസ്, ഇത് കഴിഞ്ഞാൽ കൃഷ്ണവിലാസ് പെയിൻറ്റിങ്ങുകളുടെ ഒരു ശേഖരം ഇവിടെ കാണാം. അത് കഴിഞ്ഞാൽ ഇത് തോക്കുകളുടെ ഒരു ശേഖരമാണ്. അത് കഴിഞ്ഞാൽ ലക്ഷ്മി വിലാസ് ചൗക്ക്, മേവാർ ചിത്രങ്ങളുടെ ആർട്ട് ഗാലറിയും ഉണ്ട് ഇതിനകത്ത്. മനക് മഹൽ, മോർ ചൗക്ക്, രംഗ് ഭവൻ, ശിഷ് മഹൽ തുടങ്ങി ഒത്തിരി കൊട്ടാര സമുച്ചയങ്ങളും ഇതിനകത്തുണ്ട്. ഇതിനകത്തുള്ള പെയിന്റിങ്ങുകളാണ് ഇതെല്ലാം. ഇപ്പോൾ ഒരു മ്യൂസിയം കൂടിയാണിത്. പൊതുജനങ്ങൾക്ക് പ്രവേശിച്ച് അവരുടെ രാജാവിൻ്റെ അന്നത്തെ ജീവിത രീതിയെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മ്യൂസിയമാണ് ഇവിടെ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നടുമുറ്റമുള്ള ഒരു പ്രദേശം. ഇനിയും ഇതുപോലെ അപ്പുറത്ത് ഭാഗത്തുണ്ട്. ഈ കൊട്ടാരത്തിൽ നമ്മൾ സജൻഘട്ടിൽ പറഞ്ഞ പോലെ തന്നെ ഈ കൊട്ടാരത്തിലും 1983 ജെയിംസ് ബോണ്ടിൻ്റെ, അതായത് ജെയിംസ് ബോണ്ടായി അഭിനയിച്ച റോജർ മൂർ, ആ
ഹോളിവുഡ് നടൻ അഭിനയിച്ച ഒക്ടോപസ് എന്ന സിനിമയും ഈ കൊട്ടാരത്തിൽ ചിത്രീകരണം നടത്തിയിട്ടുണ്ട്. ഒരു ഹോട്ടലായാണ് ഇവിടെ ചിത്രീകരണം നടന്നിട്ടുള്ളത്. ഇവിടെയെല്ലാം ചുമരുകളൊക്കെ അതിമനോഹരമായ ചിത്രപ്പണികളോടുകൂടിയ ഒരു പ്രദേശമാണ്. ഇതൊക്കെയാണ് അവിടെ രാജാക്കന്മാരുടെ ചിത്രങ്ങളെല്ലാം പ്രദർശിപ്പിച്ചിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സഞ്ജയ് ലീല ബൻസാലി ഹിന്ദി സിനിമ ഇവിടെ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഗോലിയൻ കി രാജ്ലീല രാംലീല എന്ന ചിത്രമാണ് ഇവിടെ ഷൂട്ടിംഗ് നടന്നത്. അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെൻറ് 2018 കൊട്ടാരത്തിൻ്റെ ഒരു സ്റ്റാമ്പ് പുറത്തിറക്കുകയുണ്ടായി. അങ്ങനെ നമുക്ക് എന്തുകൊണ്ടും വിസ്മയമാകുന്ന രീതിയിലുള്ള കാഴ്ചകളെല്ലാം തന്നെ ഈ ഉദയപൂർ പാലസിൽ, സിറ്റി പാലസിൽ നമുക്ക് കാണാം. വളരെയധികം കൊത്തുപണികളോടുകൂടിയ തൂണുകളും ചിത്രങ്ങളും എല്ലാം കൊണ്ടും സമ്പൂർണമായ ഒരു പാലസാണ്. ഉദയപൂർ വരുന്ന ടൂറിസ്റ്റുകൾ എല്ലാവരും തന്നെ ഈ സിറ്റി പാലസ് കാണണം എന്നാണ് പറയുന്നത്. ഇവിടെയെല്ലാം തന്നെ ആർട്ട് ഗാലറികളാണ്. ഇതെല്ലാം കണ്ട് ഒത്തിരി ചിത്രങ്ങൾ, അന്നുകാലത്തെ ഒത്തിരി പെയിൻറ്റിങ്ങുകളെല്ലാം തന്നെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം നോക്കിയും കണ്ടും മനസ്സിലാക്കുന്ന ധാരാളം ടൂറിസ്റ്റുകളും ഇതിനകത്തെ കൂടെ നടക്കുന്നുണ്ട്. ഞാൻ രാവിലെ തന്നെ ഇവിടെ എത്തിയ കാരണം തിരക്കും കുറവാണ്. ഇത് കൊട്ടാരത്തിൻ്റെ മുകളിൽ നിന്ന് ഉദയപൂർ സിറ്റിയുടെ ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പണ്ടത്തെ രാജാക്കന്മാരെല്ലാം തന്നെ അവരുടെ ഈ കൊട്ടാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശത്ത് അവരുടെ ആൾക്കാർ താമസിക്കുന്നതെല്ലാം ഇവിടെ നിന്ന് കാണുന്ന വിധത്തിലാണ് കൊട്ടാരത്തിൻ്റെ എല്ലാ രൂപകൽപ്പനകളും. ഒട്ടുമിക്ക കൊട്ടാരങ്ങളും അങ്ങനെ തന്നെയാണ് കണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ ഉദയപൂരിലെ കാഴ്ചകളെല്ലാം കണ്ട് കുറച്ചധികം ദിവസമായി രാജസ്ഥാനിലൂടെയുള്ള സഞ്ചാരം. ഇവിടെ നിന്ന് അടുത്ത സംസ്ഥാനത്തേക്ക് ഇനി എൻ്റെ യാത്ര തുടരണം. കുറച്ച് ഭാഗങ്ങളും കൂടി ഇവിടെ കണ്ടതിന് ശേഷം ഇതും ഈ കൊട്ടാരത്തിൻ്റെ നടുവിലുള്ള ഒരു ഓപ്പൺ ഏരിയയാണ്. ഗാർഡനെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്ന വലിയ ഇടനാഴികളോടുകൂടിയ എന്തുകൊണ്ടും നമുക്ക് കാണേണ്ടതായ ഒരു കൊട്ടാരമാണ് ഈ സിറ്റി പാലസ്. ഉദയം